ഈ ഉണ്ണി വാവാവോ തന്നെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? നിങ്ങൾക്ക് മലയാള തനിമ അത്രയും വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണോ? മോഹൻ സിത്താരയും കൈതപ്രവും കൂടെ അസാധ്യമാക്കിയ ഒരു സാധനമാണ്. അത് ഞങ്ങളുടെ ഒരു ജനറേഷൻ അറിയാവുന്ന ഈ താരാട്ട് പാട്ടുകൾ ഈ വൺ ഓഫ് ദ മെയിൻ സംഭവം സാന്ത്വനത്തിലെ ഉം. ഉണ്ണി ബാബാവോ തന്നെയാണ്. അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യത്തെ സ്റ്റോറി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സീൻ വന്നപ്പോൾ എന്നോട് രാജേഷ് പറഞ്ഞ ഒരു താരാട്ട് പാട്ട് പാടി കൊച്ചുപാട്ട് നടക്ക്. എൻ്റെ അടുത്ത് നാച്ചുറലി ആ പാട്ടാണ് വന്നത്. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ ആദ്യത്തെ 2 ആൺമക്കൾ അവരുടെ അടുത്ത് അന്ന് എൻ്റെ മൂന്നാമത്തെ പെങ്കൊച്ച ആൺമക്കൾ വന്നപ്പോൾ അവരെ ഉറക്കാനായിട്ട് ഞാൻ ഒത്തിരി പാടിയിട്ടുള്ള പാട്ട് മൂളിക്കൊണ്ട് നടന്ന ഈ പാട്ട് തന്നെ. ഉം. അപ്പോൾ ഇതങ്ങ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. പക്ഷെ ഞങ്ങൾ അന്ന് അപ്പോൾ അതിനെപ്പറ്റി ഓർത്തില്ല. പിന്നെ ഉം. കുറച്ചുനാൾ കഴിഞ്ഞ രാജ് ഇങ്ങനെ വന്ന് പറഞ്ഞു, നമുക്ക് എല്ലപ്പോൾ ഇതൊന്ന് നമ്മൾ ഈ സംഭവം ഉപയോഗിച്ചു ഷൂട്ടും ചെയ്തു, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇത് ഇഷ്യൂ ആണോ. സത്യം പറഞ്ഞാൽ മൂളുന്നേ ഉള്ളായിരുന്നു. ഉം. ഉം. പിന്നെ ഞാൻ പ്രൊഡ്യൂസറിനോട് ചെന്ന് ഔസഫ് സാറിനോട് പോയി ചോദിച്ചു. പുള്ളിയുടെ കോൺസെപ്റ്റ് എല്ലാം പ്രസൻറ്റ് ചെയ്തു. പുള്ളിക്ക് താല്പര്യം. പുള്ളി പറഞ്ഞു സിനിമയിൽ അത് യൂസ് ചെയ്തോ. പക്ഷെ ഇനി മൂളേണ്ട ആവശ്യമില്ല, വേണേൽ പാടിപ്പിച്ചോ പാടിക്കോ. ആരെങ്കിലും കൊണ്ട്. അങ്ങനെ പുള്ളി പറഞ്ഞു പാടിപ്പിച്ച് സിനിമയിൽ അത് യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് പുള്ളി അത് സമ്മതിപ്പിച്ചു. അത് വളരെ വലിയ കാര്യം, ഞങ്ങൾക്കൊരു വലിയ കാര്യമായിട്ട് തന്നെ അവസാനം അതിപ്പോൾ അങ്ങനെ ആദ്യം ഇനീഷ്യലി പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ട്രാക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു 30 സെക്കൻഡെങ്കിലാണെങ്കിൽ നമുക്ക് 30 സെക്കൻഡും ഒരാളെയും കൊണ്ടുവന്ന് പാടിപ്പിച്ച് ഒരു പുതിയ വെർഷൻ ഇറക്കാമെന്ന് തന്നെ ഞങ്ങൾ ആലോചിച്ചു.